പോളണ്ടിൽ നിലവിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ചും നമ്മൾ സ്റ്റുഡൻസ് പോളണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻസ് വരാതെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പോളണ്ടിൽ ഇത്രയധികം വിസ റിജക്ഷൻസ് വന്നിട്ടും പോളണ്ട് ഇപ്പോഴും എന്തുകൊണ്ടാണ് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത്? പോളണ്ട് പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡാണ്. ഓക്കെ, ഗുഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ ലിവിങ് എക്സ്പെൻസ് ആൻഡ് ലിവിങ് ട്യൂഷൻ ഫീസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ് ടു അതർ യൂറോപ്യൻ കൺട്രീസ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പോളണ്ട് ഇത് നല്ല രീതിയിൽ കുറവാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പോപ്പുലാരിറ്റിയുടെ കാരണം. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷെങ്കൻ വിസയാണ് കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡീസ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഷെങ്കൻ വിസയിൽ 29 കൺട്രീസിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാനും ഇത് ജോബ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇവിടുത്തെ പോളണ്ടിൻ്റെ ഈ എഡ്യൂക്കേഷൻ വിസ സ്റ്റഡി വിസ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റിക്വയർമെൻറ്റ്സ് അക്കാഡമിക് റിക്വയർമെൻറ്റ്സ് വളരെ കുറവാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി ഇപ്പം വേറെ കൺട്രീസ് ഓസ്ട്രിയ ആയാലും ലാറ്റ്വിയ ആയാലും ഇപ്പോൾ ഏതൊക്കെ യൂറോപ്യൻ കൺട്രീസ് എടുത്താലും അവരുടെ ബേസ് എന്ന് പറഞ്ഞാൽ 60% ആയിരിക്കും അതിൻ്റെ അക്കാഡമിക് കട്ട് ഓഫ് പറഞ്ഞത്. അത് മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും വ്യത്യാസം ഉണ്ടെങ്കിലും ആ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷേ പോളണ്ട് കേസിൽ നമുക്ക് ഏകദേശം 55% ഒക്കെ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ നേരത്തെ കേസിലാണെങ്കിൽ അതായത് കഴിഞ്ഞ ഇൻടേക്കിലൊക്കെ IELTS വേണമെന്ന് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഈ വിസ റിജക്ഷനും കാര്യങ്ങളൊക്കെ അതായത് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതായത് പോളണ്ട് അവിടെ അങ്ങോട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ ഈ പ്രൊസീജിയേഴ്സും പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസ് കാരണം ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസും ഈ ഇൻടേക്കിലേക്ക് IELTS നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാരണങ്ങളൊക്കെ വെച്ചാണ് ഈ പോളണ്ട് ഇപ്പോഴും പോപ്പുലറായിട്ട് നിൽക്കുന്നത്. ഇത്രയും കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വന്നാലും ലോ ലിവിങ് കോസ്റ്റാണ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്യൂഷൻ ഫീസാണ്, ഒരു ഷെങ്കൻ വിസയാണ്. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പോപ്പുലാരിറ്റിയുടെ കാരണം. എന്തുകൊണ്ടാണ് പോളണ്ടിൽ ഇത്രയധികം റിജക്ഷൻസ് വരുന്നത്? ഇതിന് കാരണം മെയിനായിട്ട് പാസ്റ്റ് ഇൻഡെക്സിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം പാസ്റ്റിൽ അപ്ലൈ ചെയ്ത് ഈസ്റ്റ് പോളണ്ടിൽ പല യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്ത സ്റ്റുഡൻസ് സ്റ്റഡി വിസയിൽ പോയിട്ടാണെങ്കിലും പഠിക്കാതെ സ്റ്റഡിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ജോബിലോട്ട് മാറി. ഓക്കെ, ഇപ്പോൾ ഷെങ്കൻ വിസയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ആ സ്റ്റഡി വിസ വെച്ച് തന്നെ ഈ പല 29 രാജ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അവിടെയൊക്കെ പോയിട്ട് അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഒരു ടൈം ലിമിറ്റ് ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവർ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇത് മൊത്തം ജോബിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത് പല ഇൻസ്പെക്ഷൻസും വന്നത്. പിന്നെ യൂണിവേഴ്സിറ്റീസ് ആയാലും ഇതിന് അവരൊരു ഒരു ചെറിയതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതായത് അവർ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അവർക്ക് അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഇൻസ്പെക്ഷൻസ് ഒക്കെ വന്നപ്പോഴത്തേക്കാണ് ഇത് പുതിയ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, റിജക്ഷൻസ് അടുത്ത റീസൺ എന്ന് പറഞ്ഞാൽ അതായത് ഒരു അപ്ലൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യുന്ന അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോഴാണ് ഇവർ ഈ ഇൻസ്പെക്ഷൻ നോട്ടറൈസേഷനും ME അറ്റസ്റ്റേഷൻ ആയാലും HRD അറ്റസ്റ്റേഷനും ഈ പോയിൻറ്റ്സ് എല്ലാം ഇല്ലാട്ട് ഈ റിക്വയർമെൻറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ ഇന്ത്യയിലായാലും ഏത് രാജ്യം എന്നാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്ന അവരുടെ മദർ കൺട്രിയിൽ തന്നെ ഹയർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യാനൊരു ക്വാളിഫൈഡ് അല്ലാത്ത രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്സാണ് ഈ പോളിഷ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് അപ്ലൈ ചെയ്യുന്നത്. അപ്പം പോളിഷ് ഒരു ഇൻസ്പെക്ഷൻ ഇപ്പം ഈ സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പല യാതൊരുവിധ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാർ ഈ സ്റ്റഡി വിസയിൽ കയറി പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരാണ് സ്റ്റഡി വിസയിൽ പഠിക്കാതെ ജോബിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് വന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ റിക്വയർമെൻറ്റ്സൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ഒരു കാര്യം കണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതായത് വിസ ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിലോട്ട് പോകുമ്പോഴത്തേക്ക് ഈ SOP നമ്മൾ കവർ ലെറ്റർ കാര്യങ്ങളൊക്കെ വെക്കുന്നില്ല. അതിൻ്റെ ബേസിസിലുള്ള എംബസി ഓഫീസറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പോലും പ്രോപ്പർ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത ആപ്ലിക്കൻസുകളുണ്ടായിരുന്നു. അപ്പം ഈ MOI അതായത് മീഡിയം ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണ് സർട്ടിഫൈ ചെയ്തിട്ട് പോലും അവർക്ക് ഒരു നോർമൽ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഇവർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എങ്ങനെ സ്റ്റഡീസ് ചെയ്യുന്നു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരുമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷ് തോട്ട് ക്ലാസ്സസ് ആണ്, അതിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ബേസിക് കമ്മ്യൂണിക്കേഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ആപ്ലിക്കൻസ് അവിടെ പോയിട്ട് ഈ കോഴ്സ് എങ്ങനെ മനസ്സിലാക്കും, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും,
ആ ഒരു ഇഷ്യൂസിലോട്ട് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അതായത് IELTS കൂടെ വേണമെന്ന് ഡിസ്കഷൻ വന്നതും ഇപ്പം നിലവിലുള്ള ഇൻടേക്കിലോട്ട് അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ പല യൂണിവേഴ്സിറ്റീസും ഈ വന്ന പുതിയതായിട്ട് ഓപ്പണായ ഇൻടേക്കിന് IELTS നിർബന്ധമായിട്ട് ചോദിക്കുന്നത്. പബ്ലിക് ആയാലും പ്രൈവറ്റ് ആയാലും. പബ്ലിക്കിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു IELTS ആവശ്യമായിട്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ അത് IELTS നിർബന്ധമല്ലായിരുന്നു. MOE മാത്രം വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യായിരുന്നു. ഇതൊക്കെയാണ് വിസ റിജക്ഷൻ്റെ മെയിനായിട്ടുള്ള റീസൺസ്. പിന്നെ അല്ലാതെ നമുക്ക് അതായത് വിസ ഡോക്യുമെൻറ്റേഷൻ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് തമ്മിലൊരു മിസ്മാച്ച് വന്നാലും റിജക്ഷൻ വരാറുണ്ട്. അത് നമ്മൾ ഡയറക്റ്റ് 8-ലോ 9-ലോ ആണ് റിജക്ഷൻസ് വീഴുന്നത്. അത് വരുമ്പോഴാണ് നമുക്ക് റെഡ് സീൽ വീഴാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ റെഡ് സീൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മുടെ എൻട്രി ബാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം പോളണ്ടിലോട്ട് മാത്രമല്ല, പോളണ്ടിൽ ഷെങ്കൻ ഏരിയ, ഈ ഷെങ്കൻ ഏരിയസിലെ എല്ലാം കോമൺ വിസ റിക്വയർമെൻറ്റ്സും പ്രൊസീജിയേഴ്സും ആയതുകൊണ്ട് ഷെങ്കൻ ഏരിയയിൽ എവിടെ നമ്മൾ അപ്ലൈ ചെയ്താലും നമുക്ക് ഈ റിജക്ഷൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ കൊടുത്താലും നമുക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം വെറുതെ ഒരു റെഡ് സീൽ വാങ്ങാതെ നമ്മുടെ അപ്ലൈ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കുക. രണ്ടാമത്തത് ഇംഗ്ലീഷ്, നമ്മളൊരു ബേസിക് ഇംഗ്ലീഷ് പ്രൊഫഷൻസി കൂട്ടുക. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷനിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ലെവൽ ഫ്ലുവൻസി ലെവൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതാണ് മെയിൻ റീസൺസ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് പ്രകാരം നമുക്ക് പുതിയതായിട്ട് എന്തൊക്കെ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളതെന്നൊന്ന് സ്പെസിഫൈ ചെയ്യും. മെയിനായിട്ട് 2 ടൈപ്സ്, രണ്ട് കാറ്റഗറിയിലാണ് ഈ ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൈക്കിൾ കോഴ്സസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ME അറ്റസ്റ്റേഷൻ ആയിരുന്നു. പ്രീവിയസ് പാസ്റ്റ് ഇൻഡെക്സിലെല്ലാം. ഇപ്പം നിലവിൽ വന്നിരുന്നു പറഞ്ഞാൽ ME അറ്റസ്റ്റേഷൻ പ്ലസ് നമുക്ക് പോളിഷ് ട്രാൻസ്ലേഷൻ പ്ലസ് അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റസ്റ്റേഷൻ കൂടെ വേണം. അതായത് അവരും കൂടെ ഈ സ്റ്റുഡൻറ്റ്, അതായത് അവിടെ ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന അതിന് മീറ്റ് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സ് ഈ സ്റ്റുഡൻസ് ഫുൾഫിൽ ചെയ്യുന്നതെന്ന് പോളിഷ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2 ചേഞ്ചസ് ആണ് ഫസ്റ്റ് സൈക്കിളിൽ വന്നേക്കുന്നത്. സെക്കൻഡ് സൈക്കിൾ കോഴ്സസിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ME അറ്റസ്റ്റേഷൻ മാത്രം മതിയായിരുന്നു. ഇപ്പം നിലവിൽ HRD അറ്റസ്റ്റേഷൻ കൂടി വേണം. അതായത് ഒരു ഓർഡറുണ്ട്, അത് ആദ്യം HRD അറ്റസ്റ്റേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ME അറ്റസ്റ്റേഷനും കൊടുക്കാൻ. ഈ ഒരു സീക്വൻസ് മാറിപ്പോയാലും റിജക്ഷൻസിനുള്ള നല്ലൊരു കാരണം വരും. ഓക്കെ, സെക്കൻഡ് സൈക്കിളിൻ്റെ കേസിൽ പോളിഷ് ട്രാൻസ്ലേഷനും അവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റസ്റ്റേഷനും നിർബന്ധമാക്കിയിട്ടില്ല. ഫസ്റ്റ് സൈക്കിൾ കോഴ്സസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അഡീഷണലായിട്ട് വരുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് എലിജിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റും കരിക്കുലം കണ്ടൻറ്റ് വേണം. ഇത് നമ്മുടെ 12th പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടേണ്ട 2 കാര്യങ്ങളാണ്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം അപ്ലൈ ചെയ്യുന്ന കോഴ്സിന് നമ്മുടെ എലിജിബിൾ ആണെന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് എലിജിബിലിറ്റി സ്റ്റേറ്റ്മെൻറ്റും. പിന്നെ രണ്ടാമത്തെ നമ്മൾ ഈ 12th നമ്മൾ എന്തൊക്കെ സബ്ജക്ട്സിന് പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ സബ്ജക്ട്സിൻ്റെ ബേസിൽ നമുക്ക് നോളജ് ഉണ്ട്, അത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഈ കരിക്കുലം കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് 2 കാര്യങ്ങളാണ് ഫസ്റ്റ് സൈക്കിളിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ഫോളോ ചെയ്യുക.